നമസ്കാരം. തലസ്ഥാന നഗരിയെ വിറപ്പിച്ച് പട്ടാപ്പകൽ നഗരമധ്യത്തിൽ അതിദാരുണമായ അരുങ്കൊല നടന്നതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർ. തിരുവനന്തപുരം പാൽക്കുളങ്ങര സ്വദേശിയായ വിശാഖാണ് അയൽവാസിയും ബന്ധുവുമായ പ്രദീപിന്റെയും സംഘത്തിന്റെയും ക്രൂരമായ വെട്ടേറ്റ് കൊല്ലപ്പെട്ടത്. വഞ്ചിയൂർ സ്റ്റേഷൻ പരിധിയിൽ കൈതമുക്കിന് സമീപം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം അരങ്ങേറിയത്. സംഭവത്തിനു ശേഷം അക്രമി സംഘം സഞ്ചരിച്ച കാർ പുലേനാർകോട്ടയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തി. വാഹനത്തിനുള്ളിൽ നിന്നും രക്തക്കറ പുരണ്ട വെട്ടുകത്തികളും മദ്യക്കുപ്പികളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വർഷങ്ങളായി ഇരുവരും തമ്മിൽ നിലനിന്നിരുന്ന കടുത്ത കുടുംബവഴക്കും അതിർത്തി തർക്കവുമാണ് രക്തച്ചൊരിച്ചിലിൽ കലാശിച്ചത്. ഇരുവരും BJP പ്രവർത്തകരായിരുന്നുവെങ്കിലും കൊലപാതകത്തിന് പിന്നിൽ യാതൊരുവിധ രാഷ്ട്രീയ വൈരാഗ്യവുമില്ലെന്നും തനി വ്യക്തി വൈരാഗ്യമാണ് കാരണമെന്നും അയൽവാസികളും പോലീസും ഉറപ്പിച്ചു പറയുന്നു. 7 മാസം മുൻപ് വഴിത്തർക്കത്തെ തുടർന്ന് പ്രദീപിനെ വിശാഖ് ക്രൂരമായി ആക്രമിച്ചിരുന്നു. ഈ കേസിൽ അറസ്റ്റിലായ വിശാഖ് ജയിൽ ശിക്ഷ അനുഭവിച്ച് അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. ജീവന് ഭീഷണിയുള്ളതിനാൽ ജയിൽ മോചിതനായ ശേഷം മലയൻകീഴിൽ ഒരു വീട്ടിലായിരുന്നു വിശാഖ് താമസിച്ചിരുന്നത്. എന്നാൽ സംഭവത്തിന് 2 ദിവസം മുൻപും ഇരുവരും തമ്മിൽ വീണ്ടും കടുത്ത വാക്കേറ്റമുണ്ടായിരുന്നു. ഇന്ന് വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാത്തതിനാൽ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി വരാമെന്ന് പറഞ്ഞ് കൈതമുക്കിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു വിശാഖ്. ഈ സമയം വഴിയിൽ പതിയിരുന്ന പ്രദീപും കൂടെയുണ്ടായിരുന്ന 3 അംഗ സംഘവും ചേർന്ന് വിശാഖിനെ തടഞ്ഞു നിർത്തുകയും വാളുകൊണ്ട് ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. കൈക്കും കാലിനും വയറിനും മാരകമായി വെട്ടേറ്റ വിശാഖ് രക്തത്തിൽ കുളിച്ച് വഴിയിൽ വീണു. മകന് വെട്ടേറ്റ വിവരമറിഞ്ഞ് അമ്മ ഓടിയെത്തുമ്പോൾ വിശാഖ് റോഡിൽ എണീക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അമ്മയെ, എനിക്ക് വെള്ളം വേണമെന്ന് വിശാഖ് വേദന കൊണ്ട് പുളഞ്ഞ് യാചിച്ചതായി പ്രദേശവാസികൾ കണ്ണീരോടെ ഓർത്തെടുക്കുന്നു. അമ്മ ഓടിച്ചെന്ന് വെള്ളം നൽകിയ ശേഷം മകനെ എണീപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റതിനാൽ എണീപ്പിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഒരു ഷീറ്റ് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞ് അമ്മയെ മാറ്റിയ ശേഷമാണ് വിശാഖിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്നാൽ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ വിശാഖ് മരണപ്പെടുകയായിരുന്നു. കൃത്യം നടത്തിയ ശേഷം കടന്നുകളഞ്ഞ പ്രദീപിനും സംഘത്തിനുമായി വഞ്ചിയൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതികൾ സഞ്ചരിച്ച കാർ പുലേനാർകോട്ടയിൽ ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കാറിനുള്ളിൽ നിന്നും മദ്യക്കുപ്പികളും ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അക്രമി സംഘത്തിൽ പ്രദീപിനെ കൂടാതെ 3 പേർ കൂടി ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. ഇവർ നഗരം വിട്ടുപോയിട്ടില്ലെന്ന നിഗമനത്തിൽ നഗരത്തിലുടനീളം വ്യാപകമായ തിരച്ചിലാണ് പോലീസ് നടത്തുന്നത്. പ്രതികളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അഭ്യർത്ഥിച്ചു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് കൊല്ലപ്പെട്ട വിശാഖും പ്രതിയായ പ്രദീപുമെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും നഗരത്തിൽ നട്ടുച്ചയ്ക്ക് നടന്നൊരു സംഭവമാണ്. കുടുംബ തർക്കത്തെ തുടർന്ന് 30കളിലുള്ള ഒരു യുവാവിനെ വെട്ടിക്കൊല്ലുക എന്നുള്ള അതിക്രൂരമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. എന്തായാലും പ്രതികളെ പിടികൂടാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. എന്തായാലും നഗരത്തിനുള്ളിൽ തന്നെ ഇവരുണ്ടാകും എന്നുള്ള അറിവ്, അല്ലെങ്കിൽ അവർ നഗരം വിട്ടിട്ട് പോകാനുള്ള സാധ്യതയില്ലെന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. എന്തായാലും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്.